യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എൻ അന്ത്യം വരെ. പ്രിയനേ വേണം, അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്കു യേശുവേ. മൃത്യു വന്നാലും ഭാഗ്യമേ, നിത്യതയിൽ ബോധമേ. വിശുദ്ധ യോഹന്നാൻ 15:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കുമായി നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈശോ പിതാവിനോട് അപേക്ഷിക്കും, പരിശുദ്ധാത്മാവിനെ നൽകും. വെളിപാടിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഒരു വെള്ള കുതിരയിൽ വരികയാണ്. അവന്റെ മേലങ്കി രക്തത്തിൽ മുക്കിയിരിക്കുന്നു, അവന്റെ മിഴികൾ തീനാളങ്ങൾ പോലെയാണ്, അവന്റെ നാമം ദൈവവചനം എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ വായിച്ചാൽ പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റഡ് ആവും. കുഞ്ഞുങ്ങൾക്ക് ഇത് വായിക്കാൻ കൊടുക്കണം. ചിൽഡ്രൻസ് ബൈബിളൊക്കെ ഇല്ലേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിമയോൻ ഉണ്ണീശോയെ ഇങ്ങനെ ഉയർത്തുന്ന ആ പിക്ചറെല്ലാം കാണിച്ച് അവരെ തൊടിയിക്കുമ്പോൾ, അവരുടെ കൂടെ ഇരുന്ന് വായിക്കുമ്പോൾ അവർക്ക് സഭയോടും ഈശോയോടും എല്ലാം സ്നേഹം തോന്നും. നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം എടുക്കാം. ഇത് എത്ര വായിച്ചാലും കൊതി തീരാത്തൊരു ഭാഗമാണ്. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ഇത്രമാത്രം വീരത്വം നിറഞ്ഞ നമ്മുടെ പത്രോസ്ലീഹ, ആദ്യത്തെ മാർപ്പാപ്പ, മറ്റ് 11 പേരോടുമൊപ്പം ഒരുമിച്ച് നിന്ന് ഉച്ചസ്വരത്തിൽ പ്രഘോഷിക്കാൻ തുടങ്ങി, ക്രിസ്തു രക്ഷകനാണ്. 3000-ഓളം പേർ യേശുവിനെ സ്വീകരിക്കുകയാണ്. ഇതിനുശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു മുടന്തനെ കണ്ട് മനസ്സലിഞ്ഞ് അവന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയാണ്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്നിട്ട് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇതെല്ലാം കണ്ട അനേകർ ക്രിസ്തുവിന്റെ അനുയായികളാകുമ്പോൾ യഹൂദർ ഇവരെ പിടികൂടി സംഘത്തിന്റെ മുൻപിൽ വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? ആരുടെ അധികാരത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും എന്നാൽ ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ വ്യക്തി സുഖം പ്രാപിച്ചിരിക്കുന്നത്. എന്നിട്ടും അവർ വീണ്ടും ധൈര്യത്തോടെ പ്രഖ്യാപിക്കുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, അതാണ് യേശു നാമം. ഇവരുടെ ഈ ധൈര്യവും, ഇവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. എന്നിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയാണ്, ഇനി ഈ നാമത്തിൽ നിങ്ങൾ പ്രഘോഷിക്കരുത്, പഠിപ്പിക്കരുത്, ഒരു അത്ഭുതവും പ്രവർത്തിക്കരുത്. പക്ഷെ ഇതൊന്നും അവരെ ഏശുന്നില്ല. വീണ്ടും അവർ പ്രസംഗിക്കാൻ ഇറങ്ങുകയാണ്. എത്രമാത്രം ഭീഷണികൾ നമ്മുടെ സഭയ്ക്കെതിരെ ഉണ്ടായി. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ ആനിവേഴ്സറിയുടെ അന്ന് റോമിനെ കീഴടക്കും എന്ന് പറഞ്ഞ ഭീഷണി ഉയർന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉണർന്നത്? ഖിലാഫത്ത് വഴിയും അധികാരത്തിന്റെ ഏകീകരണം വഴിയും റോമിന്റെ നാശം ഞങ്ങൾ സാധ്യമാക്കും എന്നത് തീർച്ചയാണെന്ന് തക്ബീർ വിളികളോടെ വലിയൊരു ജനക്കൂട്ടം ഉച്ചത്തിൽ ഏറ്റുപറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. തങ്ങളുടെ അപ്പസ്തോലന്മാർക്കെതിരെ ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഈ ഭീഷണികളെ ശ്രദ്ധിക്കണമേ. അവിടുത്തെ ദാസനായ യേശുവിന്റെ
നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്. ശത്രുക്കളെ ബഹിഷ്കരിക്കണമേ എന്നോ ഞങ്ങൾക്ക് വിജയം നൽകണമെന്നോ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് അല്ല പ്രാർത്ഥിച്ചത്. ഈ നിഷ്കളങ്കമായ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തി. ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഭയപ്പെടുകയാണോ ചെയ്തേ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചോ? ഈ പ്രാർത്ഥന വെറുതെ ആകുന്നില്ല. നമുക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണാനും സാധിക്കും. അത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 33 മുതലാണ്. അവരൊരു സംഘം ചേർന്ന് ഇവർക്ക് എതിരെ പറയുന്ന സമയത്ത് യഹൂദനായ ഒരു തീവ്ര ഫരിസേയനായ ഗമാലിയേൽ പറയാണ്, ഇവരുടെ വഴിക്ക് വിട്ടുകൊള്ളുക. ഇത് മനുഷ്യരിൽ നിന്നാണെങ്കിൽ ഇത് പരാജയപ്പെടും, എന്നാൽ ഇത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് നശിപ്പിക്കാനാവില്ല. മറിച്ച് ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് വീണ്ടും പ്രസംഗിക്കാനായി വാതിൽ തുറക്കപ്പെട്ടു. അപ്പോൾ അവർ ഭവനം തോറും ദേവാലയം തോറും എല്ലാ ദിവസവും കയറി ഇറങ്ങി യേശു ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഹമാസ് തീവ്രവാദികളുടെ തലവനായ ഒരു വ്യക്തിയുടെ മകൻ വചനം വായിച്ച് പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിലേക്ക് നയിച്ച കഥ നമുക്കറിയാവുന്നതാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന വചനത്തിലൂടെ. എന്തുകൊണ്ടാണ് ഹമാസിന്റെ നേതൃസ്ഥാനം വെടിഞ്ഞ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്? ചോദ്യം ഹമാസ് സ്ഥാപക നേതാവിന്റെ മകനായ മൊസാബ് ഹസൻ യൂസഫിനോടാണ്. ഇസ്ലാമിക മതത്തിലായിരുന്ന കാലയളവിൽ പരിശുദ്ധ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചതും യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കാൻ ഇടയായതും മൊസാബ് തന്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന വചനം ഏറെ സ്പർശിച്ചു. ശരീരത്തിന്റെ മരണത്തെക്കാളും എത്രയോ ഗുരുതരമാണ് ആത്മാവിന്റെ മരണമെന്ന് തിരിച്ചറിഞ്ഞു. I start to ask questions about the real nature of my father's organization. I love Jesus immediately. Why? Love your enemy. That was the one that moved me from like deep. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:52 ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാലും ആനന്ദത്താലും നിറഞ്ഞു. എപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിനാലും ആനന്ദത്താലും നിറഞ്ഞത്? 50-ാം വചനത്തിൽ അത് കാണാൻ സാധിക്കും. പീഡനം ഇളക്കി വിട്ടപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. 14-ാം അധ്യായത്തിൽ കാണുന്നു, ഇക്കോണിയയിൽ ഇതുപോലെ അവർ പ്രസംഗിക്കുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം ലിസ്ത്രായിൽ ഒരു മുടന്തൻ സൗഖ്യം പ്രാപിക്കുമ്പോൾ അനേകർ ഇവർ ദൈവമാണെന്ന് പറഞ്ഞ് ഓടി വന്ന് ഇവരെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴും പൗലോസ്ലീഹ പറയുന്നു, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്, അവനാണ് ദൈവം എന്ന് പറഞ്ഞ് നേരായ വഴിയിലൂടെ അവരെ നയിക്കുമ്പോൾ വീണ്ടും യഹൂദർ ഒരു അതികഠോരമായ പീഡനം ഇളക്കി വിടുകയും കല്ലെറിയുകയും ഇവർ മരിച്ചുവെന്ന് കരുതി ഇവരെ വലിച്ചിഴച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മരിച്ചു എന്ന് കരുതണമെങ്കിൽ അത്രമാത്രം അവർ പീഡനമേറ്റു. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ വീണ്ടും എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. ഇങ്ങനെ പീഡനത്തിന്റെ ആഴം, അതിൽ നിന്ന് ലഭിക്കുന്ന ശക്തി, അത് അനുഭവിച്ച് ഒരു ലഹരിയായി മാറി വിശ്വാസികളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അന്ത്യോക്യയിലേക്ക്, ലിസ്ത്രായിലേക്ക്, ഇക്കോണിയത്തിലേക്ക് തിരിച്ചു ചെന്ന് വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. നമ്മൾ വീട്ടിലായിരിക്കുമ്പം ഒരുപക്ഷെ അമ്മായിയമ്മയുടെയോ അമ്മായപ്പൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മക്കളുടെ പെരുമാറ്റത്തിൽ നമുക്ക് വില തരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ജോലി സ്ഥലത്ത് മനഃപൂർവ്വം ചതിക്കുന്നവരുണ്ടാകാം. ഈ സമയത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആവുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മളിൽ ആക്ടിവേറ്റഡ് ആയിട്ടില്ല എന്നല്ലേ? ഈ സമയത്ത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നിറയും. അപ്പം നിത്യതയെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകണം. അങ്ങനെ സ്വർഗത്തിലൊരു പ്രതിഫലം ഉണ്ട്. ഈശോയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ ആനന്ദത്താൽ നിറയുന്നത്. നമ്മൾ എത്രയോ നേരം കേട്ടത് അപ്പോസ്തലന്മാര് പീഡനം ഏൽക്കുന്നതിനെ പറ്റിയാണ്. പൗലോസ്ലീഹ അവരെ ശക്തിപ്പെടുത്തി കഴിഞ്ഞ് 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ജാസൻ എന്ന് പറയുന്ന സാധാരണ വ്യക്തിയുടെ ഭവനത്തിലേക്ക് അപ്പോസ്തലന്മാരെ തേടി ചെല്ലുമ്പോൾ അപ്പോസ്തലന്മാരെ കാണാതെ വരുമ്പോൾ ജാസനെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അവനെ പ്രഹരിക്കുകയാണ്.
ആ സമയത്ത് നിശബ്ദനായി അവനത് സഹിക്കുകയാണ്, ഹൃദയത്തിൽ ആനന്ദം നിറഞ്ഞുകൊണ്ട്. നല്ലൊരു ശിഷ്യനായി, യേശുവിൻ്റെ മകനായി അവൻ സഹിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുകയാണ്, ബെറോയായിൽ അവരെത്തുമ്പോൾ 17-11 അവർ അതീവ താല്പര്യപൂർവ്വം വചനം സ്വീകരിച്ചു. ജാസൻ അവിടെ അഴിഞ്ഞ് ഇല്ലാതായി തീർന്നപ്പോൾ മറ്റൊരു സ്ഥലത്ത് അതിന്റെ ഫലം പുറപ്പെടുവിച്ചു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സഹനത്തിന് വിലയുണ്ട്. ഭീഷണികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെക്കുറിച്ചും ശരീരത്തിലുണ്ടാകുന്ന പീഡനങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടു. എന്നാൽ സൽപ്പേര് നഷ്ടപ്പെടാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇല്ലാത്ത നന്മ പോലും ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ സൽപ്പേര് പോലും വേണ്ട, തൻ്റെ ഐഡന്റിറ്റി പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലന്മാർ നിന്നത്. നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പയെ, പത്രോസ്ലീഹായെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രഹരമേൽക്കുമ്പോഴും തങ്ങളെക്കുറിച്ച് കുത്തുവാക്കുകൾ പറയുമ്പോഴും അവിടെ അടയ്ക്കപ്പെടുമ്പോഴും അവർ തകർക്കപ്പെടുന്നില്ല. അവിടെയും അവർ ആനന്ദത്താലും പ്രാർത്ഥിക്കുകയാണ്. 12-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ കാണാം, സഭ അവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം 12:12 കാണുന്നു, വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സഭയിൽ പിതാക്കന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, പാവപ്പെട്ട അൽമായ മിഷനറിമാർ ഇതുപോലെ ജയിലിലെല്ലാം അടയ്ക്കപ്പെട്ടപ്പോൾ എത്രമാത്രം നമ്മൾ പ്രാർത്ഥിച്ചു. പലപ്പോഴും നമ്മൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ, ഇടവകയോട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ സംസാര വിഷയം? ഈ ഭക്ഷണം ക്രമീകരിക്കുന്നതിലും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലും അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളിലുമാണോ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്? അതൊന്നും വേണ്ട എന്നല്ല. എന്നാൽ സഭയുടെ വേദന, ഈശോയുടെ വേദന നമ്മുടെ വേദനയായി മാറുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ട്. ഇവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കാരാഗൃഹം തുറക്കപ്പെടുകയാണ്. മാലാഖ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ സ്ലീഹായെ കൊണ്ടുവരുന്നത് നാം വചനത്തിലൂടെ കാണുന്നു. അടുത്തതായി നാം കാണുന്നത് നത്തിങ് ബട്ട് യു ജീസസ് എന്ന് ചങ്കുറപ്പോടെ പറയാൻ സാധിക്കുന്ന ധൈര്യമാണ്. അത് നമ്മൾ കാണുന്നത് 21-ാം അധ്യായത്തിൽ പൗലോസ്ലീഹയും മറ്റു ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. അത് ഡീക്കനായ ഫിലിപ്പോസിന്റെ വീട്ടിലാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂദായിൽ നിന്ന് അഗാപ്പോസ് എന്ന പ്രവാചകൻ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത കൈകൾ, അവന്റെ സ്വന്തം കൈകൾ കെട്ടി അവൻ പറയാണ്, ഇതിന്റെ ഉടമസ്ഥൻ ഇതുപോലെ ജെറുസലേമിൽ വിജാതിയരുടെ മുൻപിൽ ഏൽപ്പിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും. ഇത് കേട്ട് ശിഷ്യന്മാർ ഭയപ്പെട്ട് പൗലോസ്ലീഹയോട് പറയാണ്, സ്ലീഹ ഇനി പോകരുത്, അങ്ങോട്ട് ഇനി പോകരുത്, ഞങ്ങളെ വിട്ട് ജെറുസലേമിലേക്ക് പോകരുത്. ആ സമയത്ത് പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ എൻ്റെ ഹൃദയത്തെ ദുർബലപ്പെടുത്തുകയാണോ? അവനെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും വരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ധൈര്യം കണ്ടപ്പോൾ ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചു. അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഒരു ധൈര്യം പൗലോസ്ലീഹയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അതിനൊരു രഹസ്യമുണ്ട്. അത് 7-ാം അധ്യായത്തിൽ കാണാം. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വേണ്ടി തന്നെ അല്ല പ്രാർത്ഥിച്ചത്, ശിഷ്യന്മാർക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്, തന്നെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിച്ചത്. അദ്ദേഹം പറയുകയാണ്, ഈ പാപം അവരുടെ മേൽ പതിക്കരുതേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് നടന്ന അതേ വഴിയിലൂടെ നടന്ന ദ ഫസ്റ്റ് മാർട്ടർ സെന്റ് സ്റ്റീഫൻ. രക്തം ചിന്തിയപ്പോൾ പൗലോസ്ലീഹ ജനിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:22 നിനക്ക് സാക്ഷ്യം നൽകിയ സ്തെഫാനോസിന്റെ രക്തം ചിന്തിയപ്പോൾ ഞാനും അടുത്തു നിന്ന് അതിനെ അംഗീകരിച്ചിരുന്നു. അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ ഞാൻ സൂക്ഷിച്ചിരുന്നു. എന്നാൽ കർത്താവ് എന്നെ വിജാതിയരുടെ അടുക്കലേക്ക് അയച്ചു. നാളെ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് കർത്താവിനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ, രക്തം ചിന്തുമ്പോൾ മറ്റൊരിടത്ത് ജീവൻ ഉദിക്കുന്നുണ്ട്. വെറുതെയാകുന്നില്ല, വിശ്വസിക്കുക. പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ വിയാനി പുണ്യവാളൻ യുദ്ധത്തിന്റെ സമയത്ത് ബാലനായിരിക്കുമ്പോൾ അമ്മയുടെ തോളിലിരുന്ന് രഹസ്യത്തിലാണ് തൊഴുത്തിൽ പോയി കുർബാനകൾ കണ്ടിരുന്നത്. ആ സമയത്ത് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരുന്ന വൈദികരുടെ ആത്മാവിന്റെ നിലവിളി അവന്റെ ഹൃദയത്തിൽ നീറിയിരുന്നു. അന്ന് അവൻ തീരുമാനിച്ചു, ഞാനൊരു വൈദികനാകും. ഈ വൈദികനിലൂടെ എത്രമാത്രം ആത്മാക്കൾ ഇന്നും ഈശോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. മരണം ഒരു അന്ത്യമല്ല.
ദൃശ്യമായവയിലല്ല, അദൃശ്യമായവയിലാണ് നാം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ.